Hello everyone. So in the comparative political analysis ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. We'll be learning about political culture today. So as you know, comparative political analysis is one unit where you'll be learning about lots of different approaches. അതിൽ ബേസിക്കലി ട്രഡീഷണൽ അപ്രോച്ചസ് മോഡേൺ അപ്രോച്ചസ് എന്നൊക്കെ പറഞ്ഞ് ക്ലിയർ കട്ട് ക്ലാസിഫിക്കേഷൻ കൊടുക്കാൻ കഴിയുമെങ്കിലും അതിൽ മോഡേൺ അപ്രോച്ചസിൽ ഒരെണ്ണം എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന ഒരു ഡീകൊളോണൈസേഷൻ ഫേസിൽ കോൾഡ് വോർ ഫേസിൽ എമേർജ്ഡ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് പൊളിറ്റിക്കൽ കൾച്ചർ. സോ ഇതിനെ കുറിച്ചായിരിക്കും ഇന്നത്തെ ഈ ഒരു ഷോർട്ട് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതില് ബിഫോർ ഗോയിങ് ഓൺ ടു ദ ടോപ്പിക്, എങ്ങനെയാണ് നമ്മൾ ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്കൽ അനാലിസിസിലെ ടോപ്പിക്കുകളെ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്നൊന്ന് ഷോർട്ടായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്തേക്കാം. സോ മേജർലി വളരെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ you will have to learn about lots of concepts. ആ കോൺസെപ്റ്റ്സ് നൽകിയിട്ടുള്ള തിങ്കേഴ്സിനെ കുറിച്ച് പഠിക്കണം. അത് വന്നിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകളെ കുറിച്ച്, അവർ എഴുതിയിട്ടുള്ള മേജർ വർക്ക്സിനെ കുറിച്ച്, അതിൻ്റെയൊക്കെ ഇയർ, അതിൻ്റെയൊക്കെ ചെറുതായിട്ടെങ്കിലും അതിൻ്റെയൊക്കെ കണ്ടന്റ്സിനെ കുറിച്ചൊക്കെയുള്ള ഒരു അവയർനെസ് ഉണ്ടാവേണ്ടത് നിർബന്ധമാണ്. സോ കോൺസെപ്റ്റ്സ് ചെറുതായിട്ടെങ്കിലും നമ്മൾ ക്ലിയർ ആക്കി വെച്ചിട്ട് ബാക്കി ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസിലേക്ക് പോവുക. ഇതായിരിക്കും ഈ യൂണിറ്റിനെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ സ്ട്രാറ്റജി. So we'll be dealing with lots of previous year questions to learn about the topics in this paper. So ഇത്രയൊക്കെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഈ ടോപ്പിക് അല്ലെങ്കിൽ ഈ യൂണിറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. Alright, now let's get on to the topic, political culture. First thing, എന്താണ് കൾച്ചർ? ബേസിക്കലി ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ നിലകൊള്ളുന്ന ജനതകളുടെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള നോംസ് ഓർ ദെയർ ബേസിക് അക്വൈന്റൻസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടിച്ചേർന്ന അവരുടെ ഒരു വേ ഓഫ് ലൈഫ്. ദിസ് ഇസ് വാട്ട് വി കോൾ അസ് കൾച്ചർ. സോ റാദർ ദാൻ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ചിലപ്പോൾ, അല്ലെങ്കിൽ അഭിപ്രായം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യങ്ങളോട് ജനങ്ങൾക്കുണ്ടാവുന്ന അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന ഒരു പ്രതികരണമായിരിക്കും. പക്ഷെ ഇതിൽ നിന്ന് കൾച്ചറിനെ വ്യത്യാസപ്പെടുത്തുന്നത് എപ്പോഴും കൾച്ചർ ഇസ് സംതിങ് ദാറ്റ് ഗെറ്റ്സ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ജനറേഷൻ ടു ദി അതർ. കുറെ കാലം എടുത്ത് ഫോം ചെയ്യുന്ന ഒന്നാണ് കൾച്ചർ. ആ കൾച്ചർ കുറച്ച് കാലങ്ങൾക്ക് ശേഷം പുതിയൊരു തലമുറ വരുമ്പോഴേക്കും കൈമാറി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് ഒരു പൊളിറ്റിക്കൽ ആസ്പെക്റ്റിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് when it comes to the political system, ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലുള്ള ജനങ്ങൾക്കും there are lots of attitudes and reactions that exist among citizens towards certain political systems. ഈ ഇത്തരത്തിലുള്ള and we call it as a culture. So ഇത്തരത്തിലുള്ള കൾച്ചറുകളെ കുറിച്ചാണ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്ന തിയറി നമ്മളോട് പറയുന്നത്. സോ ബേസിക്കലി ഒരു സൊസൈറ്റിയിലുള്ള ജനങ്ങളുടെ പൊളിറ്റിക്കൽ ബിഹേവിയർ ഷേപ്പ് ചെയ്യുന്ന സെറ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് പ്രാക്ടീസസ് ഇസ് വാട്ട് വി കോൾ ആസ് പൊളിറ്റിക്കൽ കൾച്ചർ. അത് ചിലപ്പോൾ അവരുടെ മൗലികമായിട്ടുള്ള അവരുടെ ടൈപ്പ് ഓഫ് ജഡ്ജ്മെന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പൊളിറ്റിക്കലി അവരുടെ ഇടയിലുള്ള മിത്തുകളായിരിക്കാം, അല്ലെങ്കിൽ വിശ്വാസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണം, ഒരു ഗവൺമെന്റ് എങ്ങനെയായിരിക്കണം, ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള ഇവരുടെ ചിന്താഗതികളോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളോ താല്പര്യങ്ങളോ എല്ലാം ആയിരിക്കും. ഇതെല്ലാം കൂടിച്ചേർന്ന് ഷേപ്പ് ചെയ്യപ്പെടുന്ന ഒന്നാണ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് നമ്മൾ വിളിക്കുന്ന കോൺസെപ്റ്റ്. സോ ആൻഡ് വൈ പൊളിറ്റിക്കൽ കൾച്ചർ ഇസ് ഇമ്പോർട്ടൻറ്റ് ഓർ വൈ ഡസ് ഇറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിക്കോസ് obviously people are an integral part of every political system. So basically their attitudes and their opinions or their practices have quite a lot of influence in almost every political system. So hence political culture is important. ഒരു 20th century-ലൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പൊളിറ്റിക്കൽ കൾച്ചറിൻ്റെത്. ആൻഡ് വൈ ഇറ്റ് ഡെവലപ്ഡ് എന്ന് ചോദിച്ചാൽ, പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളത് ഒരു പ്യുവർ സയൻസ് അല്ലെങ്കിൽ ഒരു പ്യുവർ സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് ആയിട്ട് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുക എന്നതിനേക്കാളും കൂടുതലായിട്ട് കുറെ കൂടെ സയന്റിഫിക് സ്റ്റഡി അതിലേക്ക് വരുമ്പോഴേക്കും യു ക്യാൻ സീ ദാറ്റ് സയന്റിസ്റ്റ് ഓർ ആർ തിങ്കേഴ്സ് ബിഗാൻ എക്സ്പ്ലോറിംഗ് കോൺസെപ്റ്റ്സ് ഫ്രം ഡിഫറെന്റ് ഡിസിപ്ലിൻസ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ് ദം ടു പൊളിറ്റിക്കൽ സയൻസ്. ഇങ്ങനെ ഒരു അപ്രോച്ച് വന്നപ്പോഴേക്കുമാണ് പൊളിറ്റിക്കൽ കൾച്ചർ പോലെയുള്ള ആശയങ്ങൾ
നമ്മുടെ സബ്ജക്റ്റിൽ ഡെവലപ്പ് ചെയ്തു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഒരു ഡീകൊളനൈസേഷൻ ഫേസിൽ, ഒരു കോൾഡ് വാർ ഫേസിന്റെ ഒക്കെ ആരംഭത്തിലൊക്കെ ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇത് so basically to summarize political culture നമുക്ക് ഇങ്ങനെ പറയാം, you have a political system. ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന അതിന്റെ മെമ്പേഴ്സ് ഉണ്ട്, ആൻഡ് ദോസ് മെമ്പേഴ്സ് are what we call as citizens, right? ഇനി അവരുടെ ഇടയിൽ നിലനിൽക്കുന്ന ആറ്റിറ്റ്യൂഡ്സ്, their values, their beliefs regarding the political system, ഇതിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയാറുള്ളത്. Right, now coming on to the different types of definitions given by political culture. See, കുറച്ച് ഈ പേരുകളും ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആൾക്കാരെയും ഒക്കെ ചെറുതായിട്ടെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് യു കുഡ് സീ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ, നോട്ട് പ്രീവിയസ് ഇയർ, ജൂൺ 2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഡെഫിനിഷൻസിനെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും ചോദിക്കുന്നില്ല എങ്കിലും അതിനു മുമ്പ് നടന്നിട്ടുള്ള പല എക്സാമുകളിലും ചില ഡെഫിനിഷൻസിന്റെ ഒക്കെ അല്ലെങ്കിൽ ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഏത് തിങ്കറാണ് ഇങ്ങനെ ഒരു ഐഡിയ സജസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. സോ ടു ബി ഓൺ ദ സേഫ് സൈഡ് ആണ് ഈ ഡിഫൈനിങ് പൊളിറ്റിക്കൽ കൾച്ചർ എന്നുള്ള ഒരു ടോപ്പിക് കൂടെ, ഒരു സ്ലൈഡ് കൂടി ഇതിന്റെ ഇടയിൽ ചേർത്തത്. സോ ബേസിക്കലി റോയ് മാക്രിഡസ്, അതേപോലെ ലൂസിയൻ പൈസ്, സാമുവൽ ബെയർ, ആൻഡ്രൂ ഹേയ്വുഡ്, ആൽമണ്ട് ആൻഡ് വെർബ, ഇതുപോലെയുള്ള തിയറിസ്റ്റുകളെല്ലാം പൊളിറ്റിക്കൽ കൾച്ചർ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. ഐ വിൽ നോട്ട് ഗോ വൺ ബൈ വൺ ഹിയർ, പക്ഷേ യു ക്യാൻ സീ that every single one of them have given us the idea that political culture എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിലുള്ള ജനങ്ങളുടെ ഇടയിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റത്തോടുള്ള അവരുടെ പ്രതികരണങ്ങൾ, അവരുടെ ആറ്റിറ്റ്യൂഡ്സ്, അവരുടെ വാല്യൂസ്, ഇതൊക്കെയാണ് എന്ന് തന്നെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. Now, ഇതില് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുമ്പോഴേക്കും നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട 2-3 നെയിംസ് ഉണ്ട്. അതിലൊന്ന്, the very important one is Gabriel Almond and Sidney Verba. ഇവർ 1963 എഴുതിയ ദ സിവിക് കൾച്ചർ എന്ന് പറയുന്നതാണ് പൊളിറ്റിക്കൽ കൾച്ചറിന്റെ ഏറ്റവും ഫിനോമിനൽ ആയിട്ടുള്ള വർക്ക് എന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. ഒരു 5 നേഷൻ സ്റ്റേറ്റുകളുടെ, which we'll discuss later on, 5 നേഷൻ സ്റ്റേറ്റുകളിലെ ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ്സിനെയൊക്കെ കുറിച്ച് പഠിച്ച് അതിനെ സംബന്ധിച്ച് അവര് എഴുതിയ വർക്ക് വിച്ച് laid the foundation for major concepts regarding this theory. അതേപോലെ റൊണാൾഡ് ഇംഗിൾഹാർട്ട്, his major theory was political materialism, പക്ഷേ he has also suggested topics or suggested themes which were relating to political culture. അതുപോലെ തന്നെ സാമുവൽ പി ഹണ്ടിങ്ടണിന്റെ പൊളിറ്റിക്കൽ ഓർഡർ ഇൻ ചേഞ്ചിങ് സൊസൈറ്റീസ് 1968 പബ്ലിഷ്ഡ് ആയിട്ടുള്ള വർക്കാണ്. ഇതില് ഒരു സൊസൈറ്റിയെ ഷേപ്പ് ചെയ്യുന്നതിന്, ആ സൊസൈറ്റിയിൽ ഓർഡറും സ്റ്റെബിലിറ്റിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പൊളിറ്റിക്കൽ കൾച്ചറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ബുക്കാണ്. അതേപോലെ ഫൈനറിന്റെ ബുക്സ്, ഇങ്ങനെയുള്ള കുറച്ചധികം തിങ്കേഴ്സ് ഒക്കെ ഈ പൊളിറ്റിക്കൽ കൾച്ചറിനെ കുറിച്ച് കാര്യമായിട്ട് എഴുതിയിട്ടുള്ള ആൾക്കാരാണ്. So we have to be sure about these names. Now, coming deeper into the topic political culture, എന്താണ് പൊളിറ്റിക്കൽ കൾച്ചർ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പൊളിറ്റിക്കൽ കൾച്ചറിന്റെ കമ്പോണൻസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ എമർജൻസ്, അതിന്റെ ഒരു മുൻകൂറായിട്ട് വന്നിട്ടുള്ള വർക്കുകൾ, മോണ്ടസ്ക്യൂ പോലെയുള്ള തിങ്കേഴ്സിന്റെ കുറെ അധികം വർക്കുകൾ ഈ പൊളിറ്റിക്കൽ കൾച്ചർ എന്നുള്ള ഒരു തിയറിക്ക് ഫൗണ്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു ഏറ്റവും സെമിനൽ ആയിട്ടുള്ള വർക്ക്, അല്ലെങ്കിൽ ഏറ്റവും ഒരു ബേസിക് ആയിട്ടുള്ള വർക്ക് ഈ പൊളിറ്റിക്കൽ കൾച്ചറിന്റെ ജനസിസ് നമുക്ക് കാണാൻ കഴിയുന്നത് ആൽമണ്ടിന്റെ ജേർണൽ ഓഫ് പൊളിറ്റിക്സിൽ 1956 വന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. ഇറ്റ് വാസ് കോൾഡ് കമ്പാരിറ്റീവ് പൊളിറ്റിക്കൽ സിസ്റ്റം. അതിനുശേഷം സിഡ്നി വെർബയും ഗബ്രിയൽ ആൽമണ്ടും ചേർന്ന് എഴുതിയ ഒരു 1963 പബ്ലിഷ് ചെയ്ത ഒരു ബുക്കായിരുന്നു ദി സിവിക് കൾച്ചർ. ആൻഡ് ഈ സിവിക് കൾച്ചറിൽ അവർ 5 പ്രധാനപ്പെട്ട 5 വെസ്റ്റേൺ സ്റ്റേറ്റ്സിനെ കാര്യമായിട്ട് അവരുടെ കൾച്ചറിനെ കുറിച്ച് കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ആൻഡ് ദോസ് സ്റ്റേറ്റ്സ് വർ ജർമ്മനി, ഇറ്റലി, മെക്സിക്കോ, യുണൈറ്റഡ് കിങ്ഡം ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. സോ ഈ 5
കൺട്രീസിലെ 1000-ഓളം വരുന്ന ഇൻഡിവിജ്വൽസിനോട് അവരുടെ ഇടയിൽ നടത്തിയ സ്റ്റഡിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്റ്റഡിയെ ബേസ് ചെയ്തായിരുന്നു ഇവര് ഒരു they were basically trying to learn about the type of political culture that was existing in these 5 states. Okay, so ഇവരുടെയൊക്കെ പഠനങ്ങളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വർക്കുകളുടെയൊക്കെ ബേസിസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പൊളിറ്റിക്കൽ കൾച്ചർ അല്ലെങ്കിൽ വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഓർ വാട്ട് ആർ ദ components of political culture എന്ന് ചോദിച്ചാൽ you can point out many things like political beliefs അല്ലെങ്കിൽ അവിടെയുള്ള വാല്യൂ സിസ്റ്റം, പൊളിറ്റിക്കൽ പ്രോസസ്സുകൾ, അവിടുത്തെ ജോഗ്രഫി, അവിടുത്തെ ആ സ്റ്റേറ്റിന്റെ ഹിസ്റ്ററി, അവിടുത്തെ സ്റ്റേറ്റിന്റെ റോള്, അവരുടെ ഇടയിലുള്ള ഐഡിയോളജീസ്, അതേപോലെ ടൈപ്സ് ഓഫ് ഗവേണൻസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്, എലീറ്റ്സിന്റെ റോൾ എന്താണ് അവിടെ, അങ്ങനെയുള്ള കുറേ അധികം കമ്പോണൻസ് നമുക്കിങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇവിടെ ആൽമണ്ടിനെ സംബന്ധിച്ചിടത്തോളം 2 പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ് ഒരു പൊളിറ്റിക്കൽ കൾച്ചറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതില് നമ്പർ 1 is orientation and number 2 is political objects. ഇതിൽ ഈ ഓറിയന്റേഷൻ എന്ന് പറയുന്ന കമ്പോണന്റിനെ ആൽമണ്ട് ഹാസ് ഡിവൈഡഡ് ഇറ്റ് ഇൻടു 3 types. ആദ്യത്തെ ടൈപ്പ് ഓഫ് ഓറിയന്റേഷൻ ആണ് കോഗ്നിറ്റീവ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് ഓറിയന്റേഷൻ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവുക എന്ന് വെച്ചാൽ ബേസിക്കലി it means or it describes people's knowledge about political objects. അല്ലെങ്കിൽ അവിടെ ഒരു സൊസൈറ്റിയിൽ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ പ്രോസസ്സുകളെ കുറിച്ച് അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയുള്ള ജനങ്ങളുടെ അറിവിനെ കുറിച്ച് പറയുന്നതാണ് കോഗ്നിറ്റീവ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഓറിയന്റേഷൻ ഇസ് എഫക്റ്റീവ് ഓറിയന്റേഷൻ. ആദ്യത്തേത് ജനങ്ങളുടേത്. കോഗ്നിറ്റീവ് എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് എത്രത്തോളം അതിനെക്കുറിച്ച് അവബോധമുണ്ട് എന്നാണെങ്കിൽ, എഫക്റ്റീവ് ഓറിയന്റേഷൻ പറയുന്നത് ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റത്തോടുള്ള ഈ ജനങ്ങളുടെ വികാരങ്ങൾ എന്താണ് എന്നാണ്. അവർ എത്രത്തോളം ഇമോഷണലി സൈക്കോളജിക്കലി ഇതിനോടൊക്കെ അല്ലെങ്കിൽ ഇവരുടെ ഇമോഷണൽ സൈക്കോളജിക്കൽ ഫീലിങ്സ് എന്താണ് എന്ന് പറയുന്നതാണ് ഈ എഫക്റ്റീവ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിലോട്ട് എത്രത്തോളം ഭാഗഭാക്കാണ് എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം നമ്മളുമായിട്ട് അത് ബന്ധമില്ലാത്തതാണ്, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ അതിനോടൊക്കെ സബ്ജക്റ്റഡ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ഭയമുണ്ട് എന്നൊക്കെയുള്ള പോലെയുള്ള വികാരങ്ങളെ കുറിച്ചാണ് ഈ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഓറിയന്റേഷൻ വിച്ച് ഇസ് എഫക്റ്റീവ് ഓറിയന്റേഷൻ പറയുന്നത്. Now the third type of orientation is evaluative orientation. Evaluative orientation എന്ന് വെച്ചാൽ it's basically the judgment and opinions people have about a certain political system. It can be like നമ്മൾ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ ഒരു കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡിൽ നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് തേർഡ് ടൈപ്പ് ഓഫ് ഓറിയന്റേഷൻ വിച്ച് ഇസ് ഇവാലുവേറ്റീവ് ഓറിയന്റേഷനിൽ പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ആൽമണ്ട് 3 ടൈപ്പ് ഓഫ് 2 കമ്പോണൻസ് ആണുള്ളത്. അതിലൊന്ന് ഓറിയന്റേഷനും രണ്ടാമത്തേത് പൊളിറ്റിക്കൽ ഒബ്ജക്ട്സുമാണ്. അതിൽ ഓറിയന്റേഷനിൽ പറയുന്നത് 3 ടൈപ്പ് ഓഫ് ഓറിയന്റേഷൻസ് ആണ്. വൺ ഇസ് കോഗ്നിറ്റീവ് ഓറിയന്റേഷൻ വിച്ച് ഇസ് the level of knowledge people have about the political system and political process. Second one is effective orientation, എന്ന് വെച്ചാൽ the psychological and emotional feelings people have towards the political system and processes. Now the third one is evaluative orientation. Evaluative orientation എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഈ സിസ്റ്റത്തോടും പ്രോസസ്സിനോടും ഒക്കെയുള്ള ജഡ്ജ്മെന്റ്സും ഒപ്പീനിയൻസും. Now ഈ ഓറിയന്റേഷനെ ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് പൊളിറ്റിക്കൽ ഒബ്ജക്ട്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. 4 ടൈപ്പ് ഓഫ് പൊളിറ്റിക്കൽ ഒബ്ജക്ട്സ് ആണ് ഈ ഓറിയന്റേഷൻ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത്. അതിൽ ആദ്യത്തേത് സിസ്റ്റം ആസ് എ ഹോൾ ആണ്, ദ ഹോൾ പൊളിറ്റിക്കൽ സിസ്റ്റം. ഇറ്റ് ക്യാൻ ഇൻക്ലൂഡ് ഈ പറയുന്ന പൊളിറ്റിക്കൽ സിസ്റ്റം, അതിന്റെ ചരിത്രം, അവിടെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, ദ ടൈപ്പ് ഓഫ് റൂൾസ് ദേ ഹാവ്, എവറിത്തിങ്, ദ സിസ്റ്റം ആസ് എ ഹോൾ. നൗ ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് പൊളിറ്റിക്കൽ ഒബ്ജക്ട് ഇസ് ഇൻപുട്ട്. ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് ചെല്ലുന്ന ടൈപ്പ് ഓഫ് ഇൻപുട്സ് വിച്ച് ക്യാൻ ഇൻക്ലൂഡ് ദി ഡിമാൻഡ്സ്, the supports or the political parties, the interest groups, media, role of legislature, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെയുള്ള inputs. Now the third type of political object is output.
ഈ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ദി ജുഡീഷ്യറി ഓർ ദി എക്സിക്യൂട്ടീവ് ഓർ ദി ബ്യൂറോക്രസി, ഇതേപോലെ ഓരോ പോളിസീസും ഡിമാൻഡ്സിനനുസരിച്ചിട്ടുള്ള ഓരോ പോളിസീസിന്റെയൊക്കെ ഇംപ്ലിമെന്റേഷനും അതിന്റെ നടത്തിപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ട സകലമാന കാര്യങ്ങൾ. ദീസ് ആർ വാട്ട് ആർ ഇൻക്ലൂഡഡ് ഇൻ ഔട്ട്പുട്ട്സ്. നൗ ദി ഫോർത്ത് വൺ, the fourth political object is self. സെൽഫ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, the role of self എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, an individual's knowledge about whatever is happening in the political system. It can mean പവറിനെ കുറിച്ചാവാം, അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സിനെ കുറിച്ചോ ഡ്യൂട്ടീസിനെ കുറിച്ചോ അവരുടെ മോറൽ അണ്ടർസ്റ്റാൻഡിങ്ങുകളെ കുറിച്ചോ ഒക്കെയുള്ള സ്വയമേ ഉള്ള അവബോധം. ഈ 4 കാര്യങ്ങൾ, സോ സിസ്റ്റം ആസ് എ ഹോൾ, ഇൻപുട്സ്, ഔട്ട്പുട്സ് ആൻഡ് ഫൈനലി സെൽഫ് ഓർ റോൾ ഓഫ് സെൽഫ്, ഈ 4 പൊളിറ്റിക്കൽ ഒബ്ജക്ട്സും കൂടെ കൂടിച്ചേർന്ന്, അല്ലെങ്കിൽ ഈ 4 പൊളിറ്റിക്കൽ ഒബ്ജക്ട്സിനെയും അതിനോടുള്ള ഓറിയന്റേഷൻസിനെയും ബേസ് ചെയ്തായിരിക്കും ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിലെ പൊളിറ്റിക്കൽ കൾച്ചർ ക്രിയേറ്റഡ് ആവുന്നത് എന്നാണ് ആൽമന്ത് ആർഗ്യൂ ചെയ്യുന്നത്. Now, ഇനി പൊളിറ്റിക്കൽ കൾച്ചറിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് എങ്ങനെയാണെന്ന് നോക്കുന്നത്. നമുക്ക് ഇവിടെ ഈ സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് രണ്ട് ടീമുകളുടെ ക്ലാസിഫിക്കേഷൻ ആണ്. ഒന്ന് ആൽമണ്ട് ആൻഡ് വെർബയുടെയും മറ്റൊന്ന് ഫൈനറുടെയും. ഇതില് ആൽമണ്ട് ആൻഡ് വെർബയുടെ ക്ലാസിഫിക്കേഷൻ, ഇത് നമ്മൾ 1963 ഇവരെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ദി സിവിക് കൾച്ചർ എന്ന് പറയുന്ന ബുക്കില് അതിനെ ബേസ് ചെയ്ത് കൊടുത്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ആൻഡ് ഐ ഓൾറെഡി മെൻഷൻ ദിസ്, 5 സ്റ്റേറ്റുകളിലായിട്ട് ഇവര് നടത്തിയ പഠനങ്ങളുടെ ഫലമായിട്ട്, വിച്ച് ഇൻക്ലൂഡഡ് USA, UK, ജർമ്മനി, ഇറ്റലി ആൻഡ് മെക്സിക്കോ. ഇതിന്റെ ബേസിസിൽ ഇവരുടെ കണ്ടുപിടുത്തങ്ങളുടെ ബേസിസിലാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. സോ ദേ ഹാവ് ക്ലാസിഫൈഡ് പൊളിറ്റിക്കൽ കൾച്ചർ ഇൻടു 3 types, which includes parochial political culture. This is the first one. So parochial political culture എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലെ ഒരു പവർ സ്ട്രക്ചറിനെ കുറിച്ച് വളരെ വിദൂരമായിട്ടുള്ളൊരു അറിവ് മാത്രമുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് കൾച്ചർ, ഇതിനെയാണ് നമ്മൾ parochial political culture എന്ന് പറയുന്നത്. സോ കൺസിഡർ ദി ട്രൈബൽസ്. Okay, tribals എന്ന് പറയുന്നത് they're very secluded population, right? So tribals-നെ സംബന്ധിച്ചിടത്തോളം they know that there is a power structure existing, റൈറ്റ്? അല്ലാതെ അവരുടെ ആ ഒരു പവർ സ്ട്രക്ചറിലോട്ട് നമുക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻസ് എത്രത്തോളം മാറ്റർ ചെയ്യുന്നുണ്ട്, നമ്മൾ എത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അർഹതയുള്ളവരാണ് എന്നുള്ള ബോധമൊന്നും അവർക്ക് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ബട്ട് ദേ നോ ദാറ്റ് സച്ച് എ സ്ട്രക്ചർ എക്സിസ്റ്റ്. ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ കൾച്ചറാണ് parochial political culture എന്ന് പറയുന്നത്. Now the second type of political culture according to Almond and Verba is subject political culture. ഇവിടെ വളരെ പാസീവ് ആയിട്ടുള്ള ഓറിയന്റേഷൻ ആയിരിക്കും ഈ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ കൾച്ചറിനോട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തോട് ഉണ്ടാവുക. ദേ നോ ദാറ്റ് ഒരു വളരെ മിനിമം പാർട്ടിസിപ്പേഷൻ ആയിരിക്കും. ദേ ബിലീവ് ദാറ്റ് ദേ ആർ സബ്ജക്ട്സ് ഓഫ് ദി ഗവൺമെന്റ്. ആ ഗവൺമെന്റിന്റെ പ്രജകളാണ് നമ്മൾ എന്നുള്ളൊരു ബോധം അവർക്കുണ്ടാവും. സോ അവർക്ക് ഡിസെന്റിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിരുദ്ധ അഭിപ്രായത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ കഴിവ് അല്ലെങ്കിൽ എതിർക്കാനുള്ള ശേഷി അവർക്കില്ല എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് സബ്ജക്ട് പൊളിറ്റിക്കൽ കൾച്ചറിൽ അവർ നിലനിൽക്കുക. നൗ ദ തേർഡ് വൺ ഇസ് പാർട്ടിസിപ്പന്റ് പൊളിറ്റിക്കൽ കൾച്ചർ. കുറെ കൂടെ വളരെ ഇൻവോൾവ് ആയിട്ടുള്ള കുറെ കൂടെ പാർട്ടിസിപ്പേഷനും എക്സ്പെക്ടേഷൻസും അവയർനെസ്സും ഒക്കെ കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ടൈപ്പ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചറാണ് പാർട്ടിസിപ്പന്റ് പൊളിറ്റിക്കൽ കൾച്ചർ. ഇവിടെ ജനങ്ങൾക്ക് അറിയാം they can contribute to the system and they are affected by whatever is happening in the system. ഇത്രയും ബോധം അവർക്കുള്ളതാണ് ഈ പറയുന്ന ലാസ്റ്റ് വൺ, പാർട്ടിസിപ്പന്റ് പൊളിറ്റിക്കൽ കൾച്ചർ. സോ ഇതാണ് ഇവർ ആദ്യമേ നമുക്ക് നൽകിയ ടൈപ്പ് ഓഫ് ആൽമണ്ട് ആൻഡ് വെർബയുടെ ഫസ്റ്റ് 3 ക്ലാസിഫിക്കേഷൻസ് ഇതായിരുന്നു. പക്ഷെ ലേറ്റർ ഓൺ ദേ റിയലൈസ്ഡ് ദാറ്റ് ഈ പൊളിറ്റിക്കൽ കൾച്ചർ കൊണ്ട് മാത്രം, അതായത് പ്യുവർ ഫോം ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ഇവർക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് what they did was they reclassified it later. ഇവരുടെ റീക്ലാസിഫിക്കേഷനിൽ വന്നത് ഇങ്ങനെയായിരുന്നു: parochial and subject political culture. ഇതായിരുന്നു അതിന്റെ ആദ്യത്തെ റീക്ലാസിഫിക്കേഷൻ. ഇതില് parochial political cultureൽ നിന്ന് കുറെ കൂടെ സബ്ജക്ട് പൊളിറ്റിക്കൽ കൾച്ചറിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആയിരുന്നു അവിടെ കണ്ടത്. അപ്പൊ കുറെ കൂടെ ഈ സെൻട്രൽ അതോറിറ്റി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് കൂടുതൽ അവബോധം ജനങ്ങളുടെ ഇടയിൽ വരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു
ഈ parochial subject political culture വന്നത്. Now the second reclassification was subject and participant political culture. ഇവിടെ ഒരു വിഭാഗം ആൾക്കാരുടെ ഇടയിൽ കുറെ കൂടെ ആക്ടിവിസ്റ്റ് ടെൻഡൻസിയും കുറെ കൂടെ പാർട്ടിസിപ്പേഷൻ ഒക്കെ വളരുന്നുണ്ട്. പക്ഷെ വേറൊരു വിഭാഗം സ്റ്റിൽ വളരെ പാസീവ് ആയിട്ട് തന്നെ വീണ്ടും തുടർന്നു കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളും അവിടെ ഉണ്ടാകും. ഇതായിരുന്നു സബ്ജക്ട് ആൻഡ് പാർട്ടിസിപ്പന്റ് political culture. Now the third one was parochial and participant political culture. ഇവിടെ ഒരു കുറച്ച് പോപ്പുലേഷൻ വളരെ പെരോക്കിയൽ ആയിട്ടുള്ള ഓറിയന്റേഷൻ നിലനിർത്തുന്നു, ബാക്കി പോപ്പുലേഷൻ അവിടെ പാർട്ടിസിപ്പന്റ് ആയിട്ടുള്ള ഓറിയന്റേഷൻ കുറച്ച് കാര്യമായിട്ട് വളർത്തിയെടുക്കുന്നു. ഫോർത്ത് വൺ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഫോർത്ത് വൺ സിവിക് കൾച്ചർ എന്ന് പറയുന്നത്, അതായത് നമ്മൾ കാണാറുള്ള ലിബറൽ ഡെമോക്രാറ്റിക് സ്ട്രക്ചറുമായിട്ട് ഏറ്റവും സിമിലാരിറ്റി ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചറാണ് ഈ സിവിക് കൾച്ചർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പവർ, ഒരു പെർട്ടിക്കുലർ എലൈറ്റിന്റെ അടുത്ത് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് എല്ലാം വെസ്റ്റഡ് ആയിരിക്കും. അപ്പൊ ജനങ്ങൾ അവിടെ നേരിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണില്ല. പക്ഷെ പകരം അവരുടെ റെപ്രസെന്റേറ്റീവ്സിലൂടെ അവരുടെ സെന്റിമെന്റ്സും അവരുടെ ഡിമാൻഡ്സും എല്ലാം അവർക്ക് ഔട്ട്പുട്ടിലൂടെ കിട്ടണം എന്നുള്ളൊരു ഇൻപുട്സ് കൊടുക്കാൻ കഴിയുന്ന ഒരു ടൈപ്പ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചറാണ് സിവിക് കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി ആദ്യത്തെ മൂന്നെണ്ണം, ഈ പെരോക്കിയലും സബ്ജക്റ്റും പാർട്ടിസിപ്പന്റും ഒക്കെ കൂട്ടി ചേർന്നിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു മിക്സഡ് പൊളിറ്റിക്കൽ കൾച്ചറാണ് ഈ സിവിക് കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നാലെണ്ണവും ആൽമണ്ട് ആൻഡ് ബോബയുടെ റീക്ലാസിഫിക്കേഷനിൽ വന്നതാണ്. സോ ഇവിടെ ഒരു ചെറിയൊരു തിയറി കൂടെ ഈ ആൽമണ്ട് ആൻഡ് ബോബയുടെ അവർ നൽകിയിട്ടുള്ളതിൽ നിന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാനുണ്ട്, വിച്ച് ഇസ് കോൾഡ് സ്ലീപ്പിംഗ് ഡോഗ്സ് തിയറി. ഇവര് ജനങ്ങളുടെ ഇടയിൽ പൊതുവെ കാണപ്പെടുന്ന പൊളിറ്റിക്കൽ കൾച്ചറുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ അമേരിക്കൻസിന്റെ ഇടയിൽ എപ്പോഴും കാണാറുള്ള ഒരു ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് അവർ പ്രതിപാദിക്കുന്നുണ്ട്. അതാണ് അവർ സ്ലീപ്പിംഗ് ഡോഗ്സ് തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് ഓഫ് കോഴ്സ് ജനങ്ങൾക്കറിയാം അവിടെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ട്, അവിടെ പൊളിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എല്ലാം കാര്യമായിട്ട് നടക്കുന്നുണ്ട് എന്നൊക്കെ ജനങ്ങൾക്കറിയാം. പക്ഷെ ദേ ആർ വെരി പാസീവ്, അവര് പ്രതികരിക്കുന്നേ ഇല്ല. പക്ഷെ upon an economic distress അല്ലെങ്കിൽ upon a scandal arising, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും പെട്ടെന്ന് ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങും. അത്രയും നാൾ ഉറങ്ങിക്കിടന്നിട്ട് ഒരു പ്രോബ്ലം വരുമ്പോഴേക്കും they rise and they fight and they take the persons responsible down. ഇത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെയാണ്, ഇത് അമേരിക്കൻസിന്റെ ഇടയിൽ പൊതുവെ കാണപ്പെടുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആണെന്നാണ് പറയപ്പെടാറുള്ളത്. ഇതിനെയാണ് സ്ലീപ്പിംഗ് ഡോഗ്സ് തിയറി എന്ന് പറയുന്നത്. This was given by Almond and Weber. Now, Almond and Weber classification നോക്കി കഴിഞ്ഞു. Now what we have to check out is Feiner's classification. Samuel E. Feiner, The Man on the Horseback എന്ന് പറയുന്ന 1962 പുറത്തിറക്കിയ ബുക്കില് he was trying to learn about ഡെവലപ്പിംഗ് കൺട്രീസിൽ മിലിറ്ററി ഇന്റർവെൻഷൻ നടക്കുന്നതിനെ, ആ പൊളിറ്റിക്സിൽ മിലിറ്ററി ഇന്റർവെൻഷൻ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ചുള്ള പഠനത്തെ കുറിച്ചാണ് ആ ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അതില് he has classified political culture into 4 different types. ആദ്യത്തേത് മെച്യൂർ പൊളിറ്റിക്കൽ കൾച്ചർ ആണ്. മെച്യൂർ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് വെച്ചാൽ ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നിലനിൽക്കുന്ന ടൈപ്പ് ഓഫ് പവറിനോടുള്ള ജനങ്ങളുടെ പൂർണ്ണ വിശ്വാസവും ഓറിയന്റേഷനുമാണ്. ദേ വെരി മച്ച് അറ്റാച്ച്ഡ് ടു ദോസ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതാണ് മെച്യൂർ പൊളിറ്റിക്കൽ കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് വെച്ചാൽ ഡെവലപ്ഡ് പൊളിറ്റിക്കൽ കൾച്ചറാണ്. ഇവിടെ ജനങ്ങൾ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പവർഫുൾ ഗ്രൂപ്പുകളിലോട്ടൊക്കെ വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കും. ആൻഡ് ദേ ഹാവ് ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് മാത്രം ആർക്കാണ് കൂടുതൽ അധികാരം, ആർക്കാണ് സോവറിൻ അതോറിറ്റി എന്നുള്ളതിനെ കുറിച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഇതാണ് ഡെവലപ്ഡ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. മൂന്നാമത്തേതെന്ന് പറയുന്നത് ലോ പൊളിറ്റിക്കൽ കൾച്ചറാണ്. ഇവിടെ പൊളിറ്റിക്കൽ സിസ്റ്റം വളരെ വീക്കും ആയിരിക്കും, വളരെ നാരോലി ഓർഗനൈസ്ഡും ആയിരിക്കും. അതേപോലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെയും അതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രൊസീജിയേഴ്സിനെ കുറിച്ചും ഒക്കെ ഒരു കൺസെൻസസ് ഒരിക്കലും അവരുടെ ഇടയിൽ ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. നാലാമത്തേതെന്ന് പറയുന്നത് മിനിമൽ പൊളിറ്റിക്കൽ കൾച്ചറാണ്. ഇവിടെ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വലിയ സ്കോപ്പ് ഒന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. ഇത്തരത്തിലുള്ള കൾച്ചറുകളിൽ നോർമലി കാര്യങ്ങളെല്ലാം ഡിസൈഡഡ് ആകുന്നത് ബൈ യൂസ് ഓഫ് ത്രെറ്റ് അല്ലെങ്കിൽ ഫോഴ്സ് ആയിരിക്കും.
സോ ഫൈനറിന്റെ ക്ലാസിഫിക്കേഷനിൽ 4 ടൈപ്പ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചേഴ്സ് ആണുള്ളത്. മെച്ചുവർ പൊളിറ്റിക്കൽ കൾച്ചർ, അവിടെ പവറിലുള്ള അമിതമായ വിശ്വാസമായിരിക്കും ജനങ്ങൾക്ക്. സെക്കൻഡ് ടൈപ്പ് ഡെവലപ്ഡ് പൊളിറ്റിക്കൽ കൾച്ചർ ആണ്. അതില് പീപ്പിൾ വിൽ ബി വെൽ ഓർഗനൈസ്ഡ് ഇൻ ടു പവർഫുൾ ഗ്രൂപ്പ്സ്. പിന്നെ അവരുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ആർക്കാണ് അതോറിറ്റി എന്നുള്ളതിൽ. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ലോ പൊളിറ്റിക്കൽ കൾച്ചർ ആയിരിക്കും. അവിടെ വളരെ വീക്ക് ആയിട്ടുള്ള സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുന്നത്. നാലാമത്തേത് എന്ന് പറയുന്നത് മിനിമൽ പൊളിറ്റിക്കൽ കൾച്ചർ ആണ്. അവിടെ ബൈ യൂസ് ഓഫ് ത്രെറ്റ് ഓർ ഫോഴ്സ് ആയിരിക്കും മിക്കവാറും ഒരു ഒപ്പീനിയനിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്കൊക്കെ എത്താറുള്ളത്. സോ ഇതായിരുന്നു പൊളിറ്റിക്കൽ കൾച്ചറിന്റെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ്. നൗ കമ്മിങ് ടു ദ എൻഡ് ഓഫ് ദി ടോപ്പിക് പൊളിറ്റിക്കൽ കൾച്ചർ, ഈ ഒരു തിയറിക്ക് ഉണ്ടായിരുന്ന ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് culture determinism ആണ്. Political culture is something which only focuses on a certain single aspect, which is culture alone. കൾച്ചർ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിന് മാത്രം ഭയങ്കരമായിട്ടുള്ള ഒരു എംഫസിസ് കൊടുക്കുന്ന ഒരു തിയറിയാണിത്. സോ എല്ലാ വ്യക്തികളുടെയും അഭിപ്രായങ്ങളും ആറ്റിറ്റ്യൂഡ്സും പഠിച്ച് ഒരു പൊളിറ്റിക്കൽ കൾച്ചർ എന്നുള്ള ഒരു കോമൺ കൺസെൻസസിൽ എത്തുക എന്ന് പറയുന്നത് it is a very difficult venture. So obviously over emphasis on culture was one of the limitations of പൊളിറ്റിക്കൽ കൾച്ചർ തിയോറി. അതേപോലെ തന്നെ ഈ ഹെട്രോജീനിറ്റിയും കോംപ്ലക്സിറ്റിയും, അതായത് എല്ലാവരുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും എപ്പോഴും ഈ കൾച്ചറിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ വ്യക്തമാകണമെന്ന് നിർബന്ധമില്ല. സോ എപ്പോഴും ഒരു ബയസ്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ആകാം കൾച്ചർ എന്നുള്ളത്. അതേപോലെ കൾച്ചർ ഇസ് നോട്ട് എ സ്റ്റാറ്റിക് തിങ്, റൈറ്റ്? എപ്പോഴും ഇങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനറേഷൻസ് ആകെ അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങളുടെ ഇടയിലൊക്കെ എപ്പോഴും ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കൾച്ചർ എന്ന് പറയുന്നത്. സോ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇവോൾവിംഗ് നേച്ചർ യു കനോട്ട് ഓൾവേസ് കം ടു എ സർട്ടൻ thing. Now and finally the obvious thing, political culture was only considering, or it was only covering a single aspect in the whole political spectrum. So കൾച്ചർ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് മാത്രം ഈ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് ബാക്കി ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർ മേ ബി ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും അതിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളെയും എല്ലാം ഇവർക്ക് മിസ് ഔട്ട് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ these are the major limitations of political culture. സോ ഇത്രയുമാണ് പൊളിറ്റിക്കൽ കൾച്ചറിന്റെ ബേസിക് ആയിട്ടുള്ള conceptual understanding വേണ്ടത്. Now what we are going to do is we'll be doing some practice questions. So അതിൽ ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു 2-3 ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി പോകാം. ഏതൊക്കെ പ്രീവിയസ് ഇയർ UGC-NET ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ്. So you will be able to understand what type of questions are to be expected from this certain topic. So the very first question is, according to Almond and Weber, the individuals in a parochial culture has low what? അതായത് ആൽമണ്ട് ആൻഡ് വെർബയുടെ അഭിപ്രായത്തില് പെറോക്കിയൽ കൾച്ചറില് പെറോക്കിയൽ പൊളിറ്റിക്കൽ കൾച്ചറുള്ള സിസ്റ്റത്തില് അവിടുത്തെ വ്യക്തികൾക്ക് എന്ത് കാര്യമായിരിക്കും കുറവ്, അല്ലെങ്കിൽ എന്തിലായിരിക്കും അവരുടെ ലോനെസ് ഉണ്ടാവുക? സോ ദി ഓപ്ഷൻസ് ആർ cognitive orientation about the system, its leaders and operations, effective orientation about the system, its leaders and operations. Third one, evaluative orientation about the system, its leaders and operations. And D is all of the above. So ഇവിടെ parochial culture എന്താണെന്ന് ആദ്യമേ നമുക്ക് അറിഞ്ഞിരിക്കണം. So we had already discussed what parochial culture was. Parochial എന്ന് പറയുമ്പോഴത്തേക്കും there exists a very people are only distantly aware about the existence of a central authority. അല്ലാതെ വലിയ കാര്യമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഒന്നും അവരുടെ ഇടയിൽ ഉള്ളതായിട്ട് കാണാൻ സാധിക്കില്ല. സോ ഇത്തരത്തിലുള്ള പെറോക്കിയൽ കൾച്ചറിൽ എന്തായിരിക്കും ഒബ്വിയസ്ലി കുറവ് എന്ന് ചോദിച്ചാൽ അവരുടെ നോളജ് ആണ് കുറവ്, അല്ലേ? സോ the option A, which is cognitive orientation. Cognitive orientation എന്ന് വെച്ചാൽ people's knowledge about whatever is happening in the political system എന്നാണ്. So ആദ്യത്തെ ഓപ്ഷൻ cognitive orientation about the system, its leaders and operations ആണ് ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Now the second question, which of the countries were the basis of study of Almond and Weber's civic culture? Almond and Weber 1963 ഇറങ്ങിയ ബുക്ക് ദ സിവിക് കൾച്ചർ, അത് 5 രാഷ്ട്രങ്ങളെ കുറിച്ച് 5 രാഷ്ട്രങ്ങളിലെ നടത്തി വന്നിരുന്ന
പഠനത്തെ ആസ്പദമാക്കിയതുള്ളതായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഈ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ ഏതൊക്കെയാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ 5 സ്റ്റേറ്റുകളെ പലതവണ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. They were Mexico, Germany, Italy, United Kingdom and United States of America. Those were the 5 states. So the answer is answer C. Now for the third and final question, who among the following has given the sleeping dogs theory of democratic culture? ആൽമണ്ട് ആൻഡ് വെർബയുടെ സിവിക് കൾച്ചറിലായിരുന്നു സ്ലീപ്പിംഗ് ഡോഗ്സ് തിയറിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഐ എം റിമൈൻഡിങ് യു അഗെയിൻ സ്ലീപ്പിംഗ് ഡോഗ്സ് തിയറി എന്തായിരുന്നു എന്ന്. വളരെ പാസീവായിട്ട് നിലനിന്നിട്ട് പെട്ടെന്ന് എന്തെങ്കിലും സ്കാൻഡലോ ഒരു എക്കണോമിക് ക്രൈസിസോ വല്ല വോറോ വല്ലതും വരുമ്പോഴേക്കും അതിന് കാരണക്കാരായിട്ടുള്ളവർക്കെതിരെ പെട്ടെന്ന് ജനങ്ങൾ പ്രതികരിക്കുകയും അവരെ താഴെ ഇറക്കുകയും ചെയ്യുന്ന ഒരു രീതി. This was sleeping dogs theory and it was obviously given by Almond and Verba. So the answer is answer D. All right. So this is all left, or this is all what you have to learn in political culture. We have like really tried to cover the basics of this topic. So what we have to do is ഇത് കാര്യമായിട്ട് ഈ കോൺസെപ്റ്റിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ട് കുറെ കൂടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. So that is it for today's session. I hope the topic is very clear to everyone. Thank you.